നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എല്ലാം വെട്ടിത്തെളിക്കുന്നു, പുതിയ ബിൽഡിംഗ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നില്ലേ? സംഭവം അതൊന്നും അല്ല കേട്ടോ. അതായത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ഇവരുടെ ഒരു പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് നമ്മുടെ എൻട്രൻസിൽ തന്നെ, വില്ലയുടെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അവർക്ക് ഇവിടെ നിന്ന് എടുക്കാനാണ്, ഈ പ്ലോട്ടിൽ നിന്ന് എടുക്കാനാണ്. അവരുടെ തന്നെയാണ്, ഇവിടുത്തെ പ്രീ ഓണേഴ്സിൻ്റെ ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് വെട്ടിത്തെളിച്ചത് കേട്ടോ. അപ്പോൾ അതേ, ഞാൻ ഈ നട്ടുച്ചയ്ക്ക് 12:30 മണി ആയിട്ടുള്ളൂ. ഈ സ്പ്രേ ബോട്ടിലുമായിട്ട് ഈ ചേച്ചി ഇത് എങ്ങോട്ടാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ചെടികളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, നല്ലതേ പുതിയ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതല്ല, നല്ല ചുവപ്പ് കളറിലാണ്. മുളക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ എല്ലാ ചെടികളും ഉണ്ടല്ലോ, ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് തന്നെ സങ്കടം വരും. നമ്മളെ ഇങ്ങനെ ഈ വെയിലത്ത് കൊണ്ടുവന്ന് ഉണക്കാൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലത്തെ ഒരു അവസ്ഥയില്ല. അപ്പം ഞാനപ്പോൾ ഒരു 12:30 മണി ആയപ്പം ഇവനെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് വീഡിയോ എടുത്ത് താടി, ഞാനപ്പോൾ അതിനിടയിൽ കൂടെ ഒന്ന് സ്പ്രേ ചെയ്യട്ടെ വെള്ളം മറ്റേ ചെടിക്കൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ടും ചെയ്യാറുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലുള്ളപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. ഈ വൈകിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ, ഉച്ചയ്ക്കാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. വൈകിട്ട് ഇന്നലെ ഞാൻ ചെയ്തില്ല, കാരണം ഒരു വൈകിട്ടാകുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ല, നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്, ഒരു മഴയുണ്ട്. ആ മഴ പെയ്യുമ്പോൾ ഏകദേശം എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, കാമായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഉച്ചയ്ക്കാണ് ഇങ്ങനെ തിളച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്തല്ലേ നമ്മൾ വെള്ളം കൊടുക്കേണ്ടതെന്ന് എനിക്കെന്തോ തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഉച്ചയ്ക്കാണ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ ഇപ്പോൾ ഇറങ്ങാറുള്ളത് ഇടയ്ക്ക്. ഇന്നലെ വൈകിട്ട് ചെയ്തില്ല, ഇന്ന് രാവിലെ ചെയ്തില്ല, ഇന്ന് ഉച്ചയ്ക്ക് ചെയ്തു. പക്ഷെ ഇന്ന് രാത്രി ചെയ്ത് കൊടുക്കണമെന്ന്, കാരണം കാര്യമായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് അങ്ങ് ചെയ്തു പോയതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം ഒരു കോൾ എനിക്ക് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അതോട് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെന്ന് വേണം പറയാൻ. തിളച്ച വെയിലാണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ എല്ലാവരും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുക, മാക്സിമം ആവശ്യമുള്ള കാര്യത്തിന് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. വൈകിട്ട് മഴയുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അതിൻ്റെ ഇരട്ടി വെയിലല്ലേ. പിന്നെ അതേ കണ്ടില്ലേ, നമ്മുടെ ചെടിയെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പം എല്ലാവരും നല്ല കുട്ടപ്പന്മാരൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, എൻ്റെ മനസ്സിനൊരു സന്തോഷം. കാരണം ഇപ്പം ഞാൻ ഔട്ട്ഡോർ പ്ലാന്റ്സിനെയും ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയെന്ന് വേണം പറയാൻ. പിന്നെ അതിന് ശേഷം നമ്മളുടെ ചില പെറ്റ്സ് ഉണ്ടല്ലോ, കുഞ്ഞു ഇൻഡോർ പെറ്റ്സ് ഉണ്ടല്ലോ. അപ്പം ഫ്രൈസൊക്കെ ഒരുവിധം വലുതായി വരുന്നു കേട്ടോ. ഗപ്പി ഫ്രൈസൊക്കെ ഒരുവിധം പുഷ്ടി വെച്ച് വരുന്നു. അപ്പോൾ അവരെ മാറ്റിയിട്ട് നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അവരുടെ ആ ഗപ്പി, അതായത് മദർ ഗപ്പിയും ഫാദർ ഗപ്പിയൊക്കെ അവർ വലിച്ചു വാരി തിന്നേനെ. അപ്പോൾ അവരെ മാറ്റിയിട്ട് നന്നായി. അപ്പോൾ കുഞ്ഞു ബൗളിൽ അവരുണ്ട്. അപ്പോൾ അവരൊരുവിധം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗപ്പീസിനൊക്കെ ഫിഷ് ഫുഡ് പൊടിച്ചാണ് കൊടുക്കുന്നത്. അപ്പം അവരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് വരുന്നു. അധികം ബ്രീഡിങ് വരുന്നില്ല, ഒരു 6 എണ്ണം ഉണ്ടായിട്ടുള്ളൂ. പിന്നെയും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കാം. എന്തായാലും 6 എണ്ണം ഉണ്ടായത് ചത്തട്ടൊന്നുമില്ല. അവർ നല്ല രീതിയിൽ തന്നെ കളിച്ച് നല്ല ആക്റ്റീവായിട്ട് വളരുന്നുണ്ട്. അപ്പം എൻ്റെ ഇപ്പോഴത്തുള്ള ഹോബീസൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഇവരെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ നടക്കുക. നല്ല രസമാണ് കേട്ടോ. എനിക്കിനിയിപ്പോൾ ഒരു പട്ടിനെയും കൂടി വാങ്ങണം. അത് പതുക്കെ വാങ്ങാം, ഇപ്പം നടക്കില്ല, കൂടും കാര്യങ്ങളൊക്കെ വേണ്ടേ. പിന്നെ അതെ, നമ്മളുടെ ഫൈറ്റർ ഫിഷ് ഒന്നേ ഉള്ളൂ കേട്ടോ. 2 എണ്ണം ചത്തുപോയി. ആ വലിയ ബോളിലുണ്ടായിരുന്നതും മറ്റതും ചത്തുപോയി. അത് കൊണ്ടുവന്നപ്പോഴേ ഇത്തിരി പ്രായം ഉണ്ടായിരുന്നു തോന്നുന്നു, അതായിരിക്കാം. നടുക്കത്തതിന് കുഴപ്പമൊന്നുമില്ല. ഇവനുണ്ടല്ലോ, ഇവൻ്റെ പേര് നമ്മുടെ ഹാരി. ഇവൻ ഭയങ്കര ബുദ്ധിയാട്ടോ. ഇവൻ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഫുഡ് തിന്നത്തില്ല കേട്ടോ. നമ്മളോട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും. ഞാൻ രാവിലെ ഫുഡ് കൊടുക്കില്ല, ഞാൻ കൊടുക്കുന്നൊരു സമയം എന്ന് പറയുമ്പോൾ ഒരു ഉച്ച സമയവും വരെ രാത്രിയും കൊടുക്കും ഞാൻ. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കി കുറച്ച് നേരം ഇങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്യണ സമയത്ത് നമ്മളെ നോക്കി നിൽക്കും. മീനാണെന്നുണ്ടെങ്കിലും ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. മനുഷ്യരെക്കാട്ടിലും സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പെറ്റ്സിനല്ലേ. പണ്ടൊക്കെ എനിക്ക് വലിയ താല്പര്യമൊന്നും അല്ലായിരുന്നു, ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെന്ന് വേണം പറയാൻ. അങ്ങനെയൊക്കെയാണ് ഉച്ചകളത്തെ വിശേഷങ്ങൾ. എൻ്റെ വാർഡ്രോബിൻ്റെ അവസ്ഥയാണ് കേട്ടോ, ഭയങ്കര ശോകമാണ്. പക്ഷെ നമുക്കിത് ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കുറേ ദിവസം നല്ല കുറേ നാളുകളായി ഞാനിത് ക്ലീൻ ചെയ്യണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. പക്ഷേ മടി. എനിക്ക് വേറെ എല്ലാ പണി ചെയ്യാനൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മെയിൻ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ അടുത്ത വോയിസ് ഓവറിൽ പറയാം. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഈ വാർഡ്രോബ് ക്ലീൻ ചെയ്യാൻ. ബിക്കോസ് നമ്മളുടെ ഈ വാർഡ്രോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് മാറിക്കേ, ഇങ്ങനത്തെ ഈ ഒരു ഫോൾഡിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്ര സ്ഥലം
ഭാഗം ഇതൊക്കെ പുള്ളിക്കാരൻ ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ടിരിക്കുവാണ്, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ താഴത്തെ ഭാഗമൊക്കെ പുള്ളിയുടെ ഒക്കെ ഓക്കെ ആട്ടോ, പുള്ളിക്ക് നല്ല കറക്റ്റായിട്ട് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതെനിക്ക് തരാൻ പറഞ്ഞപ്പം ആ ഏരിയ പുള്ളിക്ക് വേണം, പുള്ളി ഇങ്ങനെ ഹാങ് ചെയ്തിടുക. അപ്പൊ എനിക്ക് അങ്ങനെ തരുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സ്ഥലം ഉണ്ടായിരുന്നേനൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് എക്സ്ക്യൂസ്. അപ്പൊ ആ സ്ഥലം എന്റെ അല്ലാത്തത് കൊണ്ടിട്ട് പുള്ളി അത് കംപ്ലീറ്റ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ആ പരിസരത്തേക്കേ വരരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ഏരിയയാണ്. ഈ ഏരിയയിൽ ഞാൻ എത്ര വന്നാലും ഡ്രസ്സ് പുറത്തോട്ട് എടുത്തിട്ട് അടുത്ത ഡ്രസ്സ് വെക്കുമ്പോഴേക്കും എന്താ സംഭവിക്കണത്, മറ്റേ ഡ്രസ്സ് പുറത്തേക്ക് വരും. അങ്ങനെ ഞാൻ കുത്തി തിരക്കിലൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കുത്തി കയറ്റി വെക്കും. അങ്ങനെ ഇങ്ങനത്തെ കോലോ എൻ്റെ ഏരിയ. പുള്ളിയുടെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡിസിപ്ലിൻഡ് ഏരിയയും. അപ്പം അതാണ് പ്രശ്നം കേട്ടോ. അപ്പൊ എനിക്ക് ആ വലിയ ഏരിയ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ ഞാനും അടക്കി വെക്കുമായിരുന്നേനെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പരിപാടിയിലേക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടിയുണ്ട്, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണിത്. അപ്പൊ എന്റെ സെൽക്കുട്ടി അമ്മനെ ഹെൽപ്പ് ചെയ്യോ മടക്കാൻ? സെൽക്കുട്ടി, നമ്മുടെ സെൽക്കുട്ടിയും ഞാനും പിന്നെ ഒപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിപാടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ടോം ആൻഡ് ജെറി പോലെ ആയിരിക്കും, ഭയങ്കര സ്പീഡിൽ നമുക്ക് അടിച്ചു വിടാം. ഓക്കെ, അപ്പം കൊറേ നാളായില്ലേ ഇവിടെ കണ്ടിട്ട്? ഇവിടെ കണ്ടിട്ട് കൊറേ നാളായില്ലേ? അപ്പൊ ഞാനപ്പോ എന്തായാലും പരിപാടികളൊക്കെ തുടങ്ങട്ടെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കുഞ്ഞു പരിപാടി. ഇന്നത്തെ വ്ളോഗ് വലിയ വ്ളോഗ് ആയിരിക്കില്ല, ഞാൻ നിങ്ങളാരെയും ബോറടിപ്പിക്കത്തില്ല, മുഷിപ്പിക്കത്തില്ല. പിന്നെ എന്നോട് ഇന്നലെ ഒരു കമന്റ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പേരറിയില്ല, പേരല്ല അതിൽ കിടക്കുന്നത്, ഇപ്പൊ CBSE ആണോ ICSE ആണോ എന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർത്തതാണ്, രാത്രി ഞാൻ കണ്ടു. പിന്നെ ഇവരെ കിടത്തി ഉറക്കുന്ന ആ സെറ്റപ്പ് ആയത് കൊണ്ടിട്ട് ഞാൻ പിന്നെ റിപ്ലൈ ചെയ്തില്ല, രാവിലെ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ വിട്ടുപോയി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓർത്തു വീഡിയോ എടുത്തപ്പം ഇവ CBSE ആണ് കേട്ടോ, ICSE അല്ല, CBSE ആണ്. CBSEയിൽ 9th നേരത്തെ ക്ലാസ് തുടങ്ങും, പിന്നെ അതേപോലെ തന്നെ 10th നേരത്തെ തുടങ്ങും. 9th ആയിരുന്നു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു 10th വേദി തുടങ്ങിയത്. ഇപ്പൊ 10th അവർക്ക് ഇപ്പൊ വെക്കേഷൻ ക്ലാസ് ഉണ്ട്. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും 10th ഞങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കാലത്ത് 10th നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. 9th ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ 9th 10th വെക്കുന്നത് കേട്ടോ. 10th 9th ഇപ്പൊ ഇടയായിട്ടായിരിക്കും തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ശ്വാസം കുട്ടുന്നു അല്ലേ. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എവിടെ വരെയാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം ഇവിടെ നിർത്തി കളഞ്ഞു, എനിക്ക് മടിയായി. അപ്പൊ നോക്കി ഇനി പതിക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ, ഇങ്ങനെ എല്ലാ ഡ്രസ്സുകളും പുൾ ഔട്ട് ചെയ്തിടുമ്പോൾ ഞാൻ എൻ്റെ അമ്മുമ്മനെയാണ് കേട്ടോ ഓർക്കുന്നത്. പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വൈകിട്ട് ഞാൻ ജോബൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അലമാരി തുറന്ന് നോക്കുമ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് പാൻസൊക്കെ നല്ല എന്താ പറയുക, നമ്മൾ ഈ നല്ല മടക്കി തേച്ച് വെക്കത്തില്ല, അതുപോലെ മടക്കി പാവം വെച്ചിട്ടുണ്ടാവും. കാരണം ഞാനിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ പുതിയ ഡ്രസ്സുകൾ നമ്മളിപ്പം ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഓക്കെ ആയിരിക്കില്ല, പിന്നെ അടുത്ത ഡ്രസ്സ്. അപ്പം ഈ തിരക്കിൽ അത് കുത്തിക്കയറ്റി വെക്കും അലമാരിയിലേക്ക്. അപ്പോൾ എന്തോ പറ്റും, അമ്മുമ്മ അലക്കിയ ഡ്രസ്സുകൾ അലമാരിലോട്ട് എടുത്തു വെക്കാൻ മറ്റേ അലമാരിയുടെ ഡോറ് തുറക്കുമ്പോഴേക്കും എല്ലാം കൂടെ അമ്മുമ്മയുടെ മേത്തേക്ക് വീഴും. അങ്ങനെ അമ്മിച്ച് തുടങ്ങും. ഞാൻ വൈകുന്നേരം വരും, എന്താണ് അലമാരി കാണിച്ചിട്ടിരിക്കണത് എൻ്റെ കൊച്ചേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എന്തൊക്കെ വഴക്ക് പറഞ്ഞിട്ട് അമ്മിച്ച് പറയും, ഇനി ഞാനത് അടക്കി വെക്കൂല കേട്ടോ, ഞാൻ തന്നെ ചെയ്യണം എന്ന് പറയും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അമ്മുമ്മ വെക്കും എന്ന് എനിക്കറിയാം കേട്ടോ. അമ്മുമ്മനേക്ക് അത്ര ഞാൻ ദ്രോഹിച്ചതിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു. എല്ലാ ഉത്തരവാദിത്വങ്ങളും കൂടെ എൻ്റെ തലയിലോട്ട് വന്നിരുന്നു തോന്നുന്നു കേട്ടോ. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ട വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു പണികളും ചെയ്യാൻ മടിയൊന്നുമില്ല. തുടയ്ക്കൽ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യലൊന്നും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ടെൻഷനൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി റിലീഫ് കിട്ടും എനിക്ക്. പക്ഷേ എനിക്ക് ഈ അലമാരി ഒന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര എന്താ പറയണത് ഹാങ് ചെയ്തിടാൻ പറ്റണം. പക്ഷേ ഹാങ് ചെയ്തിടാനുള്ള ഒരു ഇത് എന്താ പറയുന്നത്, ഒരു എന്തോ ഹാങ് ചെയ്തിടാനുള്ള ഒരു സാഹചര്യം എൻ്റെ ഏരിയയിൽ ഇല്ലല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്ക്. മടക്കി ഒതുക്കി വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ എന്തോ പറയാനാണെന്ന്, നമുക്ക് പണി പാളി. എന്തായാലും എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടോ, ഞാനും ചെയ്തല്ലോ, നല്ല ഭംഗിയായില്ലേ. പക്ഷേ ഇതിപ്പോൾ എത്ര ദിവസത്തേക്കാണെന്ന് പറയാൻ പറ്റില്ല. താഴത്തെ എടുക്കുമ്പോൾ മുകളിലത്തെ താഴത്തോട്ട് വീഴും. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ബാലൻസ്, അതായത് വേസ്റ്റ് വന്ന തുണികളാണ് കേട്ടോ. പക്ഷെ ഇതിൽ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, ബാക്കി അവിടെ ചേച്ചിമാർ വന്ന് എടുത്തിട്ട് പോയിക്കോളും. പിന്നെ ഞാൻ ഇപ്പതേ മുകളിലെത്തി. മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റെയറിൻ്റെ ഗ്ലാസ്സൊക്കെ ഏകദേശം ഇങ്ങനെ ക്ലൗഡി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ ആ റെയിൽസിലൊക്കെ നല്ല എണ്ണയുടെ കൈപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറക്കുട്ടിയുടെ ഇവക്കുട്ടിയുടെ ഹാൻഡ് പ്രിൻറ്റ്സ് ആണ് അവിടെ കേട്ടോ. നേരെ ചൊവ്വേ ഇറങ്ങാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രത്യേക രീതിയിൽ അവർ ഇറങ്ങത്തുള്ളൂ സ്റ്റെയറിൽ നിന്നൊക്കെ. എന്താണെന്നറിയില്ല, ഈ പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ആ ഗ്ലാസ്സിൽ കൈ പിടിക്കല്ലേ എന്ന്. പക്ഷേ ഗ്ലാസ്സിൽ അവർ കൈ പിടിച്ചിരിക്കും.
അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്തിരിക്കണം. അതാണ് നമ്മളുടെ പരിപാടി. പിള്ളേർ നശിപ്പിക്കുന്നു, നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പം ഈ ഒരു വിൻഡോ ക്ലീനർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വ്ളോഗിൽ. നല്ല സംഭവം കേട്ടോ. ആപ്പിൾ സിഡർ വിനെഗർ അതിലുള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ അത് ക്ലീൻ ആവും. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നല്ല ആ ഒരു പാടും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് ആ ഗ്ലാസ് അവിടെ ഉണ്ടെന്ന് തോന്നാത്ത രീതിയിൽ അത് ക്ലീൻ ആവണ പോലെ തോന്നാറുണ്ട്. അത്ര രസമായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറൊരു ബ്രാൻഡ് ഉണ്ട്, എനിക്കത് ഇഷ്ടമല്ല. ഒരു ബ്ലൂ കളറുള്ള ഒരു ബോട്ടിലൊരെണ്ണമില്ല, അത് വലുതായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അത് പേടിച്ചാൽ ഞാനിത് വാങ്ങിയത്. പക്ഷേ ഇത് സംഭവം കൊള്ളാം, നല്ലതാണ് കേട്ടോ. ആരെങ്കിലും ലുലു പോകുന്നുണ്ടെങ്കിൽ കാണുവാണെങ്കിൽ വാങ്ങുക. ഓൺലൈനിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ, നല്ലതാണേ, പേടിക്കണ്ട. പിന്നെ ഞങ്ങൾ പണ്ട് വില്ല വാങ്ങാൻ നടക്കുമ്പോഴേ നമ്മളുടെ ഈ ഒരു സ്റ്റെയറിന് ഇങ്ങനെ സ്റ്റീൽ വരത്തില്ലേ, സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ പകരം സ്റ്റീൽ വരത്തില്ലേ, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ വില്ലകൾ കാണുമ്പോൾ എന്തോ നമ്മുടെ മനസ്സിലൊരു ഇഷ്ടക്കുറവായിരുന്നു കേട്ടോ. ഇപ്പം മോഡലൊക്കെ മാറി, ഇപ്പം മരത്തിൻ്റെയൊക്കെ ആണല്ലോ. പക്ഷേ മരത്തിൻ്റെ എനിക്ക് ഇഷ്ടമല്ല, കാരണം അത് മെയിൻ്റെനൻസ് ഇത്തിരി കൂടുതലല്ലേ. അപ്പം ഈ ഗ്ലാസ് ആണെങ്കിൽ പക്ഷെ നല്ല ടഫൻ ഗ്ലാസ് ആണ്, പൊട്ടത്തൊന്നുമില്ല കേട്ടോ, നല്ല ഗ്ലാസ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് ഇടണം. അപ്പം നമ്മൾ അതുകൊണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഈ വില്ല എടുക്കാൻ കാരണം വ്യത്യസ്തമായിട്ട് ഇവിടെ ഗ്ലാസ്സൊക്കെ അല്ലേ വെച്ചത്. 1-2 വില്ല ഇങ്ങനത്തെ ഞങ്ങൾ കണ്ടുള്ളൂ ഞങ്ങൾ നോക്കുന്ന സമയത്ത്. പെട്ടെന്ന് അത് ഓർത്തു, അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. പിന്നെ ഗ്ലാസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഉള്ളിലത്തെ ലുക്കിനൊരു വ്യത്യാസം വരും എത്ര വന്നാലും. എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് മീനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഗ്ലാസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് ഇനി എടുത്ത് കൊടുക്കണം. ഫുഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിപ്പോൾ 9:15 ഇനിയിപ്പോൾ എല്ലാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി, നമ്മുടെ എല്ലാം ഡ്യൂട്ടിയിലേക്ക് കയറാനുള്ള ടൈമായി. അപ്പോൾ ഫുഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അകത്തെ പരിപാടികളും പണികളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കൊടുത്താലോ കുട്ടികൾക്ക്. നമ്മുടെ ഫുഡ് റെഡിയായി. ഫുഡല്ല, ഡിന്നറാണ്. ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആവി വറുക്കുന്ന പുട്ടും ഗോതമ്പ് പുട്ടും നമ്മുടെ ഇവക്കുട്ടിക്ക് ചെറുക്കുട്ടിക്ക് ചോറും ചിക്കൻ കറിയും. അതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സോളാർ ഉപകാരമില്ലെന്ന് ഞാൻ പറഞ്ഞാലും ചില കാര്യങ്ങളിൽ എനിക്ക് ആശ്വാസമായി. കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്നു പോയി. പക്ഷെ ഗ്യാസ് തീർന്നിട്ട് ഞാൻ സാധാരണ ഗ്യാസ് വേറെ ഉണ്ട്, നമുക്ക് അഡീഷണൽ ഒരെണ്ണം ഉണ്ടല്ലോ, 2 സിലിണ്ടർ ഉണ്ടാവുമല്ലോ. ഈ ഒരു കാരണവശാലും അതിന്റെ റെഗുലേറ്റർ ആയിട്ട് മാച്ച് ആവുന്നില്ല. അത് എന്തോ ചില സമയത്ത് അങ്ങനെ വരും. അപ്പൊ സാൻഡ് പേപ്പർ കൊണ്ട് ഇങ്ങനെ റബ് ചെയ്യണമെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ എന്റെ സാൻഡ് പേപ്പറും ഒന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ പിറ്റേ ദിവസം വേറൊരു അങ്കിൾ വന്നിട്ട് എനിക്കത് ഓക്കെ ആക്കി തന്നു, അത് ശരിയാക്കി. ആ ദിവസം എനിക്ക് എന്റെ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ നന്നായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ത്രൂ ഔട്ട് എ ഡേ നമ്മളത് യൂസ് ചെയ്തു കേട്ടോ. പണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട്. എനിക്ക് എന്നെ അബദ്ധം പറ്റാറുണ്ട്, ഞാൻ ഗ്യാസ് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ മറന്നു പോലും ഗ്യാസ് തീർന്നു പോണ പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. എന്നാലും നമുക്ക് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ അല്ലേ, ഈ ഇതെന്താ ദൈവം എത്രയാവും കറണ്ട് ബില്ലെന്നൊക്കെ. അപ്പൊ ആ ഒരു ദിവസം ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നല്ല എന്താ പറയാ പേടിക്കണ്ടാവുന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടോ ഇതിനുണ്ടായതുകൊണ്ട്. അപ്പൊ ഞാനിപ്പോ മുട്ട പുഴുങ്ങല് പിന്നെ കറികളൊക്കെ ചൂടാക്കലൊക്കെ ഇപ്പം ഇൻഡക്ഷനിലാണ് ഈ സംഭവം ഉള്ളത് കൊണ്ടിട്ട്. പിന്നെ അപ്പൊ അതൊരു സന്തോഷം, ഒരു വാർത്തയുണ്ട് സോളാറിന്റെ. വേറെ അപ്പൊ അങ്ങനെ ഓർക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ ഇപ്പൊ നമുക്ക് എന്തായാലും പിള്ളേർക്കുള്ള ഫുഡ് നമുക്ക് എടുക്കാം കേട്ടോ. കൂട്ടിന്റെ ആവിയൊക്കെ വന്നു. അപ്പൊ ചെറുക്കുട്ടിക്ക് അങ്ങനെ ഗോതമ്പ് പുട്ട് വലിയ താല്പര്യമല്ല. അപ്പം ഇവയ്ക്ക് ഗോതമ്പ് പുട്ട് കൊടുക്കാന്ന് കരുതി. ചിരട്ടപ്പുട്ടാണ്. ഇതിന്റെ ക്യാപ്പ് പോയി പിള്ളേരെ കണ്ടോ. ചൂട് 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 നല്ല ചൂട്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും, ഇങ്ങനെ അങ്ങ് ഇടും, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇടും, ഇങ്ങനെ അങ്ങ് ഇടും. ഓക്കെ ഫൈൻ. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ചധികം പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. കാരണം കറിക്ക് കുറച്ചും കൂടെ എന്തായാലും പറയണത് വോളിയം ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. വോളിയം ക്വാണ്ടിറ്റി ഉണ്ടാവും കറിക്ക്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചിട്ട് പിന്നെ ചിക്കൻ കറിയുടെ പൊട്ടറ്റോ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, 2 പേർക്കും ഇഷ്ടമാണ്. അപ്പം നല്ല ജസ്റ്റ് കുക്കറിൽ നമ്മുടെ സാധാരണ ഉണ്ടാക്കണ പോലെ ഒറ്റ വിസലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്നത് വറ്റിച്ചെടുക്കും വെള്ളം. അപ്പം ആ ചിക്കൻ കറി കേട്ടോ. ചിക്കനൊക്കെ എനിക്ക് വാങ്ങണം നാളെ ചെന്നിട്ട്. അപ്പം ഒരാളുടെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ സെറയുടെ എന്ന് പറയുമ്പം സെറയ്ക്ക് ചോറാണല്ലോ. രാവിലെ ഞാൻ ചോറുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു.
വേറെ ഇപ്പം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ബാലൻസ് ഉണ്ടായത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇപ്പം അത് ചൂടാക്കി, വൈകുന്നേരം ആയപ്പോൾ ചൂടാക്കി. ഇത്രേ ഉള്ളൂ. വേറെ നമ്മൾ കുക്ക് ചെയ്യാനൊന്നുമില്ല. സിറക്കി എന്തായാലും ഞാൻ വാരി കൊടുക്കട്ടെ, ഇല്ലാന്നെങ്കിൽ പണിയാവും, കുറേ സമയം എടുക്കും. പിന്നെ എന്നെക്കാലത്ത് കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയല്ല, അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ കുളിച്ച് കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഇവിടുത്തെ. അപ്പം നിങ്ങളുടെ ഡിന്നറൊക്കെ എന്തൊക്കെയായിരുന്നു? ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിട്ട് നിങ്ങളുടെ ലഞ്ച് ടൈം ആയിരിക്കും. അപ്പം ലഞ്ച് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.